ഹലോ, അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനെന്ത് ഈ കമ്മൽ പൊട്ട് ഒന്നും തൊടാതിരിക്കണമെന്ന് അതിൻ്റെ ഉദ്ദേശം ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പം മഴയൊക്കെ മാറി പിന്നെയും വെയിൽ വരാൻ തുടങ്ങി. ഞങ്ങളിവിടെയൊക്കെ വെയിലട്ടോ. മറ്റുള്ള ചില സ്ഥലത്ത് എന്തൊക്കെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞങ്ങളിവിടെ വെയിലാണ്. അപ്പോൾ ഈ വെയിലത്ത് കരിവാളുപ്പും ഇതൊക്കെ വരുന്നതാണ് പൊതുവെ വെയിലത്ത്. അല്ലെങ്കിൽ പുറത്ത് പോയി വന്നാൽ, വെയിൽ വേണ്ട, പുറത്ത് പോയി വന്നാൽ നമ്മൾ ഫങ്ഷൻ എന്തെങ്കിലും പോകുമ്പോൾ നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകണ പകരം ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ചാൽ മതി. വെറുതെ കാശ് കൊണ്ട് കുറേ കാശ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ടിപ്സ് ഒന്ന് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ടിപ്സ് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചാൽ മതി. നമ്മളെ കയ്യിലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വെച്ചിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അത് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കണം. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യണമെന്നും കൂടിയാണിത്. അത് വേണം പറയാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പം അത് എനിക്ക് എത്രത്തോളം എഫക്റ്റ് കിട്ടി, എനിക്ക് എത്രത്തോളം അതിന് റിസൾട്ട് കിട്ടി എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം സ്ക്രബ് ചെയ്യും. ബ്യൂട്ടി പാർലറിൽ പോയാൽ ചെയ്യണതാണ് ഫസ്റ്റ് സ്ക്രബിങ്. ഫേസ് വാഷ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യും. അപ്പോൾ ഈ സ്ക്രബ്ബർ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ക്ലീനാക്കി വന്നതാണ് ഞാൻ. നമ്മൾ ഫേസ് വാഷ്, സാധാ സോപ്പ് അങ്ങനെ എന്തുണ്ടെങ്കിൽ ക്ലീനാക്കുക. മുഖത്തപ്പൊക്കെ വന്ന് ഞാൻ പിന്നെ കമ്മലൊക്കെ ഊരി വെച്ചാട്ടോ. ഞാൻ കമ്മലൊന്നും ആവണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോയ്ക്ക് പോവുക. പിന്നെ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി നിൽക്കുക. അപ്പോൾ വീഡിയോയ്ക്ക് പോവുക. കുറച്ച് കാപ്പിപ്പൊടി എന്ന് വെച്ചാൽ കോഫി പൗഡർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് ഇതാ ഈ ഹാഫ് നാരങ്ങ കേട്ടോ. ഈ നാരങ്ങൻ്റെ നീര് കേട്ടോ. നീര് ഇനിയും വേണമെങ്കിൽ എന്ന് വെച്ചാൽ ഈ കുഴമ്പ് രൂപത്തിലാവണം, നമുക്ക് സ്ക്രബ് ചെയ്യാനുള്ളല്ലേ. അപ്പോൾ ഇനിയും വേണമെങ്കിൽ ഇനിയും ഒരു ഹാഫും കൂടി ചേർക്കട്ടോ. ഞാൻ ഈ ഒരു ഹാഫ് മാത്രം ചേർക്കണുള്ളേ. ഈ മിക്സിലേക്ക് വേണ്ടത് ഇതാ പഞ്ചസാരയാണ്. ഇത് സ്ക്രബ് ചെയ്യാൻ കുറച്ച് സ്ക്രബ്ബർ പോലെ തോന്നിക്കണ്ട. സ്ക്രബിങ് മീൻസ് ഈ പഞ്ചസാരയൊക്കെ കൂടി കൊണ്ടുള്ളല്ലേ. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ആഡ് ചെയ്തിന്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ പഞ്ചസാരയും ഇതിലിപ്പോൾ എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ പഞ്ചസാര, പിന്നെ കോഫി പൗഡർ തന്നെ കാപ്പിപ്പൊടി, പിന്നെ നാരങ്ങ നീരും അതും കൂടി ഇതാക്കിയിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞോട്ടെ, നല്ലോണം അലിയാതെ ഒന്നൊന്ന് അലിഞ്ഞോട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കാപ്പി പൗഡർ തന്നെ നമ്മൾ ബ്യൂട്ടിക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഈ കാപ്പിപ്പൊടി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടിൻ്റെ കൂടെ എന്ത് തരം യൂസ് ചെയ്താലും, കാപ്പിപ്പൊടി വെറുതെ തേച്ചാലും എഫക്റ്റീവാണെന്നാണ് പറയുക. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് കാപ്പിപ്പൊടി. പിന്നെ ഈ ഒരു സ്ക്രബിങ് നമ്മൾ മുഖത്തല്ലാതെ നമ്മളെ കൈമയും കാലുമയും അതുപോലെ നെക്കിൻ്റെ അവിടെ, ചെവിൻ്റെ മുളം, ബോഡി മൊത്തം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ആ സൺ ടാനൊക്കെ മാറാൻ നല്ലൊരു ഫലപ്രദമായ എന്താ പറയുക സ്ക്രബ്ബറും കൂടിയാണ്. വെറുതെ സ്ക്രബ് കൂടി ചെയ്തിട്ടാൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യണമെന്നില്ല. സ്ക്രബ് മാത്രം ചെയ്തിട്ടാൽ മതി നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ നമ്മുടെ ക്യാമറൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിന് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ജനലിൻ്റെ ഇവിടേക്ക് വെച്ചതാണ്. പിന്നെ ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, ആകെ ചുമരിൻ്റെ മുകളിൽ ആകെ കുട്ടികൾ വരച്ചതാട്ടോ. അപ്പോൾ ഇതാ ഈ സ്ക്രബ്ബർ റെഡിയാണ്. ഇത് മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സ്ക്രബും കൂടി ചെയ്യണേ, എന്നാലും ഇതിന് ചെയ്തിട്ട് കണ്ണിൽ ആവാതെ നോക്കും വേണേ. പിന്നെ ഈ നാരങ്ങ നീരെന്ന് പറയുന്നത് ഒരു ആസിഡാണല്ലോ. അപ്പം നമ്മളെ മുഖത്തുള്ള ഏത് തരം ഒരു ഇതിന് സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നാരങ്ങ നീര്. അപ്പം നമ്മൾ നാരങ്ങ നീരെന്ന് പറയുന്നത് നമ്മൾ മുഖത്ത് എന്ത് ഇതിനാവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതും കൂടിയാണ്. ഇടയ്ക്കിടയ്ക്ക് മോള് വന്ന് ഒന്ന് എത്തി പാടുവെക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ടായി പോകുന്നത്. പിന്നെ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ക്രബ് ചെയ്യാൻ നമ്മൾ മുഖത്തും അതുപോലെ കഴുത്തിലൊക്കെ തേക്കാം. നല്ലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ചിരിക്കരുത്, ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് പോസിറ്റീവ്, നമ്മൾ ചെയ്യുന്നതിന് എന്തിനും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടണം. അല്ലാതെ നമ്മൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഈ ചെയ്യുന്നതിന് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടേ ചെയ്തിട്ട് കാര്യമുള്ളൂ.
ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഈ മൂക്കിൻ്റെ ഈ പോർഷനും അതുപോലെ ചുണ്ടത്തും ചെയ്യാട്ടോ. ഈ നാരങ്ങ വെറുതെ നാരങ്ങൻ്റെ തോടില്ലേ, നമ്മളിപ്പോൾ നീര് ഇതാക്കി കഴിഞ്ഞിട്ട് തോടില്ലേ, അതുതന്നെ വെറുതെ ചുണ്ടത്തുനിന്ന് ഇതാക്കിയാൽ ചുണ്ടത്തുള്ള ആ ഒരു ആസിഡ് മോളും ചുണ്ടത്തുള്ള ആ ഡാർക്കിൻ്റെ അതൊക്കെ കുറേ കുറഞ്ഞിട്ടു. അപ്പം ഞാൻ ഇതൊന്ന് നല്ലൊന്ന് സ്ക്രബ് ചെയ്യട്ടെ, എന്നിട്ട് വരാം. സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം നോക്കേണ്ട നമ്മളെ കണ്ണിൻ്റെ പോർഷനാണ്. കണ്ണിൻ്റെ അവിടെയും ചെയ്യട്ടോ, പക്ഷെ കണ്ണിലേക്ക് ആവാതെ വേണം ചെയ്യാൻ. പിന്നെ കണ്ണിലേക്ക് ഈ ആസിഡും കൂടിയാണ് നമ്മൾ നാരങ്ങ നീരും കൂടി ചേർക്കണം, അപ്പോൾ ആകെ ഇതാവും. അപ്പോൾ കണ്ണടച്ചിട്ട് നമ്മളൊന്ന് ചെയ്യാം. അപ്പോൾ അത് ഞാൻ മുഖം നല്ലോണം സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ നെക്കിൻ്റെ അവിടേക്ക് ചെയ്തിട്ടില്ലേ, അത് നിങ്ങൾക്ക് മുഖം ഒന്ന് കാണിച്ചിട്ട് ഇതാക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ നെക്കിൻ്റെ ഇടയ്ക്ക് നല്ല സ്ക്രബ് ചെയ്ത് ഇതാക്കണ്ടു. കണ്ണിൻ്റെ അവിടെ ഞാൻ പറഞ്ഞില്ലേ, കണ്ണിൻ്റെ അവിടെ നോക്കണേ. പിന്നെ നമ്മുടെ മൂക്കിൻ്റെയും ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ചുണ്ടിൻ്റെ ഇവിടെയും മൂക്കി ഇവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ ഇതുണ്ടാവും. ഇവിടെ 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 പിന്നെ മൂക്കിൻ്റെ അവിടെ, ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ ഈ സ്ക്രബറോട് നല്ല ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ആ ബ്ലാക്ക് ഇതൊക്കെ പോയിക്കോളും. കൂടുതൽ ബ്ലാക്ക് ഇതുണ്ടാവും ഇവിടെ ഇവിടെ ഒക്കെ കൂടുതലുണ്ടാവും, അപ്പോൾ അവിടെ ഒക്കെ അത് പോയിക്കോളും. അപ്പോൾ ഇതാ ഓൾറെഡി എല്ലായിടത്തും സ്ക്രബ് ചെയ്തിന്. ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ എങ്ങനെ ഉണ്ടാവും റിസൾട്ട് നോക്കാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം ഒന്ന് വാഷ് ചെയ്തിട്ടെ. അപ്പം ഞാൻ എന്താ മുഖമൊക്കെ വാഷ് ചെയ്ത് എന്തെങ്കിലും ഡിഫറെൻറ്റ് തോന്നുന്നുണ്ട്? എനിക്ക് ഡിഫറെൻറ്റ് തോന്നുന്നുണ്ട്. ഇതാ കണ്ടോ, എനിക്ക് നല്ലൊരു ഡിഫറെൻറ്റ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ സ്ക്രബ് ചെയ്ത് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാപ്പിപ്പൊടി തന്നെ. കാപ്പിപ്പൊടിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞു. ആ കാപ്പിപ്പൊടിയിലേക്ക് നമ്മളിനി തേനും കൂടി മിക്സ് ചെയ്യുക. കാപ്പിപ്പൊടി തേനും കൂടി മിക്സ് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യട്ടെ. ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ ആ ഒരു ഇതില്ല. ഒന്നെങ്കിൽ കുക്കുംബറിൻ്റെ നീര്, നമ്മൾ കക്കരിക്കല്ലേ അതിൻ്റെ നീര്, അല്ലെങ്കിൽ അലോവേര ജെല്ലിന്, അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്ന കേട്ടോ. എന്നാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ കുക്കുംബറിൻ്റെയും അല്ലെങ്കിൽ അലോവേര ജെല്ലോ എന്തെങ്കിലും ആഡ് ചെയ്താൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് കാപ്പിപ്പൊടിക്ക് തന്നെ നമ്മൾ തേനും കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ അതും കൂടി നോക്കാം അങ്ങനെ തുടക്കണമെങ്കിൽ. ഞാൻ പിന്നെ കഴുത്തിൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ മുഖത്തുള്ള മാറ്റം തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയും എൻ്റെ മുഖത്തുള്ള മാറ്റം. അപ്പോൾ ഞാൻ കഴുത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ വെറുതെ ഒന്ന് ഒപ്പിയെടുക്കാം. വെള്ളം ഇങ്ങനെ ഇതാക്കി തുടക്കണം. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് ഒപ്പിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, വെള്ളത്തിന് അങ്ങനെ വെള്ളം അങ്ങനെ നിന്ന് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നൊന്ന് ഒപ്പിയെടുത്താൽ മതി. പൊടി അടുത്ത് വെച്ചാൽ പിന്നെ അത് തേനാട്ടോ, തേന് മിക്സ് ചെയ്യുന്നുണ്ട്. ഏത് തേൻ വേണമെങ്കിലും പറ്റും കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു താത്ത തന്നിട്ടോ, ഇപ്പോഴല്ല കുറേ ആയി തന്നിട്ട്. അപ്പോൾ നല്ല തേനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ താത്തയ്ക്ക് കുറച്ച് തന്നാട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. തേനായതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. നല്ല ഇതിങ്ങനെ ആക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത്നെസ്, ഇവിടെയൊക്കെ നല്ലൊരു സ്മൂത്തായ പോലെ. അതൊന്നാമത് ഇതുകൊണ്ടാട്ടോ, ഈ തേനിത് മിക്സ് ചെയ്ത സ്മൂത്ത്നെസ് ആട്ടോ. നമുക്ക് മുഖം അങ്ങനെ സ്മൂത്ത് ആവുമെന്ന് കേക്കിന് ശേഷം നോക്കാം. ഇവിടെയൊക്കെ വരണ്ട് പോയി ഒക്കെ നല്ലോണം ആക്കട്ടെ. നമ്മൾ ചുണ്ടുമ്പോൾ അപ്ലൈ കേട്ടോ, ചുണ്ട് പൂട്ടി വെക്കണം, അല്ലെങ്കിൽ വയറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. ഞാൻ ക്യാമറ നോക്കിയിട്ടല്ല, ഞാൻ അവിടെ നോക്കിയിട്ടോ, ഞാൻ സ്ക്രീനിൽ നോക്കിയിട്ട് പറയണം, ക്യാമറ നോക്കിയിട്ടല്ല. അതാണ് കണ്ണിൻ്റെ അവിടെ ഒക്കെ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കും. അപ്പം ഞാൻ ഇതൊന്നും കൂടി
ഇങ്ങനെ ഒന്ന് ഫേഷ്യൽ ചെയ്യുന്ന പോലെ ഒന്ന് ഇതാക്കി കൊടുക്കട്ടെ. എന്നിട്ട് ഞാൻ മുഖം വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ മുഖം വാഷ് ചെയ്തു. നോക്കൂ വാഷ് ചെയ്ത്. അപ്പം നേരത്തെ പോലെ തന്നെ ഒന്ന് ഒപ്പിയെടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാലും കോഫി പൗഡർ വെച്ചിട്ട്. അപ്പം എൻ്റെ അടുത്ത് പാലില്ല, അപ്പം പാൽപ്പൊടി ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പാൽപ്പൊടി വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം, അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടാവുമെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ പാൽപ്പൊടിക്ക് ഞാൻ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നന്ന്, പക്ഷേ എൻ്റെ അടുത്ത് റോസ് വാട്ടർ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് സാധാ വെള്ളം, പച്ചവെള്ളമൊക്കെ ഇല്ലേ, ആ പച്ചവെള്ളത്തിലാണ് പാൽപ്പൊടി കലക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ മിക്സ് ഒന്ന് നോക്കണം. പാൽപ്പൊടി റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചവെള്ളമല്ലേ, സാധാ വെള്ളം, അതൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് പോലെ ചെയ്യാം. ഈ വെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ, നമ്മളിതിലേക്ക് കാപ്പിപ്പൊടി ഇടാനുള്ളല്ലേ, അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കുഴപ്പമില്ല. അപ്പം ഇനി കാപ്പി പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആ മിക്സ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ, കുറച്ച് കുഴമ്പ് രൂപത്തിൽ റെഡി ആയി കഴിഞ്ഞാണ്. അപ്പം ഇതിങ്ങി അപ്ലൈ ചെയ്യാം നമുക്ക് മൊത്തം. ഇതിലേക്ക് പാലിന് പകരം കണ്ണമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. പാലിന് പകരം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കുക്കുംബറിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അലോവേര ജെല്ല്. അപ്പോൾ ഇതൊന്ന് ഞാൻ അപ്ലൈ ചെയ്യട്ടെ. അതിനിടയ്ക്ക് മോൻ്റെ അടുത്തൊന്ന് പോയി വരെ. അങ്ങനെ മോൻ്റെ അടുത്തൊക്കെ പോയി പിന്നെ ഇത് നല്ലൊന്ന് തേക്കട്ടെ. നല്ല ഇവിടേക്കൊന്ന് നല്ല അപ്ലൈ ചെയ്തിട്ട് ഇത് കുറച്ച് വെള്ളം പോലെ ആയി. ഇതിൻ്റെ അടുത്ത് പറ്റിയത് കേട്ടോ, കുഴമ്പ് രൂപയാണ് ഞാൻ ഇതാക്കിയത്. പക്ഷെ കാപ്പിപ്പൊടി വെള്ളം ആവില്ലായിരുന്നു, പക്ഷെ കാപ്പിപ്പൊടി തിളങ്ങില്ല. ഞാൻ ആ ചെറിയ പാക്കെല്ലാം വാങ്ങിയിട്ട് ഇത് തിളങ്ങില്ല. അത് നല്ല മുട്ടുന്നുണ്ട്. ഇത് മുഖത്ത് നല്ലോണം ഒന്ന് എന്താന്ന് നോക്കാം. അപ്പം ഞാൻ വാഷ് ചെയ്തു. പിന്നെ ഇത് വെയിലത്ത് നിന്നായിട്ടാ അധികം ഒരു ബ്രൈറ്റ്നെസ് തോന്നുക. ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചത് എൻ്റെ മുഖത്തുള്ള ഇത്. പിന്നെ മറ്റുള്ള ഒരിത് എനിക്ക് ഈ വീഡിയോയിൽ അത്ര തോന്നില്ലേയും പക്ഷേ എനിക്ക് നല്ലൊരു എഫക്റ്റ് തോന്നിയ പോലെ നല്ലൊരു മാറ്റമുണ്ട് മുഖത്തായാലും. മുഖത്ത് നല്ലൊരു മീൻസൊക്കെ ആ സ്ക്രബിങ്ങും ഒക്കെ ചെയ്തിട്ട് മുഖം ഇവിടെ എല്ലാവരും നല്ലൊരു ഗ്ലോ വെച്ച പോലെ ഉണ്ട് മുഖം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പെട്ടെന്നൊരു ഫംഗ്ഷൻ അങ്ങനെ എങ്ങോട്ടേയും പോകാനുണ്ടെങ്കിൽ അതിന് ഉപകാരമുള്ളൊരു വീഡിയോ കൂടി ആവട്ടെ എൻ്റെ വീഡിയോ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പിന്നെ ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടും വേണേ. അപ്പം ഓക്കെ, ബൈ.